ഓക്കെ, നമ്മുടെ വെബ്സൈറ്റ് ലോഡായി കഴിഞ്ഞാൽ, വെബ് കെയർ വെബ്സൈറ്റ് ലോഡായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഇൻ്റർഫേസിലേക്ക് വരിക. ഇവിടെ നമ്മൾ ബിൽഡ് യുവർ ഹോസ്പിറ്റൽ ബാഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് ക്രിയേഷനിലാണ് പോവുക. ഇത് 3 ഓപ്ഷനിലേക്കാണ്, സ്റ്റേജുകളായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മസ്റ്റ് ഹാവ് എസെൻഷ്യൽ, ഗുഡ് ടു ഹാവ് എസെൻഷ്യൽ, നൈസ് ടു ഹാവ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ഇതിൽ മസ്റ്റ് ഹാവ് എന്ന് പറയുന്ന ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് ഇങ്ങനെ പ്രോഡക്ട്സ് ആഡ് ചെയ്തിട്ടുണ്ടാവും. അതിനെ ഒരു പ്രോഡക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മറ്റ് ഇമേജസ് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, അതിനുശേഷം അവിടെ ഇൻറ്റു അടിച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് നമുക്ക് ബാക്ക് സ്റ്റേജിലേക്ക് വരാൻ പറ്റും. ഇവിടെ നമുക്ക് 3 പ്രോഡക്ട്സ് മിനിമം ഈ സ്റ്റേജിൽ ആഡ് ചെയ്യണം. 3 പ്രോഡക്ട്സ് ആഡ് ചെയ്താൽ നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ കഴിയും. നോക്കാനാണെങ്കിൽ നമുക്ക് 3 സ്റ്റേജ് ആഡ് ചെയ്യേണ്ടി വരും. ഇനി ഇത് താഴേക്ക് പ്രോഡക്ട്സ് ഇങ്ങനെ കാണാൻ കഴിയും. അതിൽ ഏതെങ്കിലും സൈസ് വേരിയൻ്റ് ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ചൂസ് ഓപ്ഷൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ചൂസ് ഓപ്ഷൻസ് എന്നുള്ളത് സ്മാൾ മീഡിയം എന്ന ഓപ്ഷൻസ് വരുന്നതിനെയാണ്. ഓക്കെ, ഡ്രൈ ഷീറ്റിലും ഇതേപോലെ ഓപ്ഷൻസ് കാണാൻ പറ്റും. ഞാനത് ചൂസ് ചെയ്തു. ഒരു 1-2 ഐറ്റംസ് ഞാൻ ജസ്റ്റ് ചൂസ് ചെയ്യണം. നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ ഇത് നേരെ ഗുഡ് ടു ഹാവ് എസെൻഷ്യൽ എന്ന് പറയുന്ന നെക്സ്റ്റ് മെനുവിലേക്ക് എത്തും. ഇവിടെ നമുക്ക് ഓപ്ഷനിലാണ്. ഇവിടെ ഏതെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി. അത് നെക്സ്റ്റ് 499 ഇങ്ങനെ ഓരോ സാധനങ്ങൾ കാണിക്കാം. ജസ്റ്റ് ഞാൻ 1-2 സാമ്പിളായിട്ട് ഇങ്ങനെ ഇട്ട് പോവുകയാണ്. ഇതിനകത്തും സൈസ് ആവശ്യമുള്ള ഓപ്ഷൻസിന് നെക്സ്റ്റ് ഓപ്ഷൻസിൽ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ നൈസ് ടു ഹാവ് എന്ന് പറയുന്ന മെനുവിലെത്തും. ഇതും ഇതേപോലെ തന്നെ നമുക്ക് ഓപ്ഷൻസ് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സെലക്ഷൻസ് നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാനിപ്പം സാമ്പിളായിട്ട് 2-3 ഐറ്റംസ് ഇങ്ങനെ സെലക്ട് ചെയ്യുന്നുണ്ട്. ചൂസ് ചെയ്ത ശേഷം ആഡ് ടു കാർട്ട് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബഡിൽ പ്രിപ്പയർ ചെയ്ത് കാണുന്നതിൻ്റെ അടുത്ത ഭാഗത്തായിട്ട് ഓർഡർ സമ്മറി കാണാൻ കഴിയും. അത് നമ്മൾ ഓർഡർ സമ്മറി ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓരോ പ്രോഡക്റ്റ്സ് എന്തൊക്കെയാണ് അടിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഷോ കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഓരോ പ്രോഡക്റ്റിൻ്റെയും ഫോട്ടോയും എത്ര എണ്ണമാണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ താഴേക്ക് നമുക്ക് മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി, അഡ്രസ്സ്, ഫോൺ നമ്പർ എന്നിവയെല്ലാം അടിച്ച ശേഷം ഡിസ്കൗണ്ട് കൂപ്പൺ ആഡ് ചെയ്യാം. ഡിസ്കൗണ്ട് കൂപ്പൺ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെയാണ്. ഞാനിപ്പോൾ ഒരു ഡിസ്കൗണ്ട് കൂപ്പൺ ജസ്റ്റ് ആഡ് ചെയ്യുവാണ്. സാമ്പിളിന് അടിച്ചതാണ്. ഇത് വാലിഡ് ഡിസ്കൗണ്ട് കോഡ് അല്ലാത്തതുകൊണ്ട് എമൗണ്ട് കുറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഇവിടെ തന്നെ എമൗണ്ട് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ലാസ്റ്റ് വരുമ്പോൾ എത്രയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അതിവിടെ കാണിക്കും. പേനോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് ഗേറ്റ്വേയിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയാണ്. അവിടെ നമുക്ക് കാർഡ് പേയ്മെൻറ്റ്, UPI പേയ്മെൻറ്റ്, അങ്ങനെ ഏതെങ്കിലും ഓൺലൈൻ പേയ്മെൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്.